ഒടുവിൽ അത് സംഭവിച്ചിരിക്കുകയാണ്. ഇന്ത്യയിൽ ടിക്ടോക്ക് പൂർണ്ണമായിട്ടും നിരോധിച്ചിരിക്കുകയാണ്. ഇതുവരെ ലിങ്ക് വഴി ലഭിക്കുന്ന ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് ടിക്ടോക്ക് ഇന്ത്യയിൽ നമുക്ക് സുലഭമായിട്ട് ഉപയോഗിക്കാൻ പറ്റുമായിരുന്നു. ഇന്നത്തോടുകൂടി അതുകൂടെ നിർത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഗൾഫിലുള്ള മലയാളികളുടെ വിശേഷം അന്വേഷിക്കാനാണ് പോകുന്നത്. അവിടെയും ടിക്ടോക്ക് ഉണ്ട്, മലയാളികളുണ്ട്, അവർ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. വീഡിയോസ് നമുക്ക് കണ്ടുനോക്കാം. കണ്ടോ, ഡ്യൂട്ടി കഴിഞ്ഞ് ബസ് ഇറങ്ങിയിട്ട് വണ്ടി ഇറങ്ങിയിട്ട് 5 മിനിറ്റ് വേണം എൻ്റെ റൂമിലേക്ക്. ഉണ്ടോ, നല്ല ഇറ്റാ ചൂടാ. ഓക്കെ ഓക്കെ ഓക്കെ, എന്താ ചൂട് എന്നാ, ഭയങ്കര ചൂട്, ബസ് അപാര ചൂടാ. ഓക്കെ, നല്ല നമ്മുടെ നാട്ടിലില്ല, നല്ല തുലാമാസത്തിലോ വൃക്ഷത്തിലല്ലോ മഞ്ഞ് വീണ് കഴിഞ്ഞാൽ പുല്ലിൻ്റെ മുകളിൽ ഇങ്ങനെ നിൽക്കുന്ന അതുപോലെ എൻ്റെ മുട്ടേൻ്റെ മുകളിൽ പോലെ കണ്ടതാ കിട്ടുന്നോ. ബമ്പൻ ചൂടാ, ഭയങ്കര ചൂട്. കഴിഞ്ഞപ്പോൾ ആകുന്നില്ല, തിരെ പോയി വയസ്സായി കഴിയാനാകുന്നില്ല, നടക്കുവാനും ആകുന്നില്ല, ഒന്നിനും 5 മിനിറ്റ് നടന്നിട്ടുണ്ടോ. കണ്ടോ, കോലം പോയി. പ്രാർത്ഥിക്കും, ദുആ ചെയ്യും കേട്ടോ. എല്ലാം പ്രശ്നത്തിലാണ്, നടക്കുന്നില്ല. AC വിട്ട് ഫാൻ ഇട്ടിട്ടുണ്ട്, 2 ഇട്ടിട്ടുണ്ട്. ഈ വീഡിയോ കണ്ടു കഴിഞ്ഞപ്പം ഒരുപാട് സങ്കടം തോന്നി. നമ്മുടെ ഗൾഫിലുള്ള സഹോദരന്മാരുടെ അവസ്ഥ മനസ്സിലാക്കാൻ ഈ ഒരൊറ്റ വീഡിയോ മതി എന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ ജനിച്ചു വളർന്ന കാലാവസ്ഥയിൽ നിന്നും ഒരുപാട് ചൂട് കൂടിയിട്ടുള്ള ഒരു പ്രദേശത്തേക്ക് പോകുന്നു. ചൂടാണെങ്കിൽ ചൂട്, തണുപ്പാണെങ്കിൽ തണുപ്പ്, അതിൻ്റെ ഏറ്റവും തീവ്രമായിട്ടുള്ള അവസ്ഥകളാണ് അവിടെ അവർ അനുഭവിക്കേണ്ടി വരുന്നത്. ഒരുപാട് പ്രശ്നങ്ങൾ അവർ നേരിടുന്നുണ്ട്. പക്ഷെ നമ്മളെപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടോ, ഏറ്റവും കൂടുതൽ നമ്മളുടെ കൂട്ടുകാരുടെ ഇടയിൽ പൈസ ചിലവഴിക്കുന്നത് ഗൾഫുകാരുടെ മക്കളായിരിക്കും. അവർ അനാവശ്യമായിട്ടും ആവശ്യത്തിനും അനാവശ്യത്തിനും ഒക്കെ ആയിട്ട് അവരങ്ങനെ പൈസ പൊട്ടിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അവരൊക്കെ എനിക്ക് തോന്നുന്നു ഈ ഒരു വീഡിയോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഇവരുടെ അവസ്ഥകളൊന്ന് കണ്ടുപഠിക്കണം എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഈ ടിക്ടോക്ക് കളിക്കുന്ന ആൾക്കാരെ മൊത്തം തെറി പറയുന്ന മലയാളികളല്ലാണ്ട് വേറെ ഒരു വ്യക്തിയും ഇല്ല. നിങ്ങൾ എടുത്തു നോക്ക്, പട്ടാണികളില്ല, ബംഗാളികളില്ല, നേപ്പാളികളില്ല, മറ്റുള്ള രാജ്യക്കാരില്ല, ഒരു മനുഷ്യരും ഇല്ല. മലയാളക്കാരാണ് പച്ച തോന്നസം വിളിക്കുന്ന ഓരോരുത്തരാ. ഓരോരുത്തർ എന്നെ തന്നെ എത്ര ഉപ്പാന്റെ വയസ്സുള്ളതാണ് ഞാൻ. അങ്ങനെ നിങ്ങളെല്ലാം നമ്മളിങ്ങനെ വിളിക്കുക, നിങ്ങൾക്ക് ഉളിപ്പുണ്ട്, നിങ്ങൾക്ക് നിങ്ങൾ മനുഷ്യൻ പറയുന്നു. നിങ്ങളെല്ലാം എന്തെന്നാ തിന്നുന്നത്? ചോറല്ലേ തിന്നത് നമ്മൾ മലയാളികളല്ലേ. ഒരു ടിക്ടോക്കിൻ്റെ അകത്തെല്ലാം മക്കളും കാണുന്നുണ്ട്, പ്രായപൂർത്തിയെത്തിയ കുഞ്ഞുങ്ങളും ആൾക്കാരും കാണുന്നുണ്ട്, കുഞ്ഞുങ്ങളും കാണുന്നുണ്ട്, മറ്റുള്ള ആൾക്കാരും കാണുന്നുണ്ട്. ഇങ്ങനെ ഒരു ടിക്ടോക്കിൻ്റെ അകത്ത് വിടുന്നു. നിങ്ങൾക്ക് കാണാൻ പറ്റുമോ കാണുമെന്നല്ലാണ്ട് മറ്റുള്ളവരെ കുറ്റം പറയേണ്ട ആവശ്യം നിങ്ങൾക്കില്ല, ആർക്കില്ല. എനിക്കുമില്ല, നിങ്ങൾക്കില്ല, ഒരു മനുഷ്യനിക്കുമില്ല. കണ്ടോളുക, ഇല്ലെങ്കിൽ മിണ്ടാണ്ടെന്നോളുക. കുറ്റം പറയരുത്, തോന്നിയാസം പറയരുത്. കുറ്റം പറഞ്ഞോളൂ, തോന്നിയാസം പറയേണ്ട ആവശ്യം നിങ്ങൾക്ക് ആർക്കില്ല. കേട്ടിക്കല്ലേ? ഇനി മേലാലും തോന്നിയാസം വിളില്ല, അതിലപ്പുറം ഞാനും വിളിക്കും. ആർക്കായാലും സങ്കടം വരില്ലേ, കൊച്ചുമക്കളുടെ പ്രായമുള്ള ആളുകളൊക്കെ പോയിട്ട് കമന്റ് ബോക്സിൽ തെറി പറയുന്ന സമയത്ത്. പക്ഷേ ഇസ്മായിൽ ക, നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ